രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു ദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തം. അപ്പോൾ ഈ ഒരു ദുരന്തത്തിലേക്ക് നമ്മളിപ്പോൾ ഒരുപാട് പേരെന്താണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് സംഭാവനകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റണത് പോലെ തന്നെ സംഭാവന ചെയ്യണം. പിന്നെ അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡ്രസ്സായാലും ഫുഡ് ഐറ്റംസുകളാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടേക്ക് എത്തിച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് നമുക്കിപ്പോൾ വേറെ അവർക്ക് വീടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ കുറച്ച് നാൾക്കേലും അങ്ങനത്തെ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുത്തേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരാഴ്ചക്കോ ചിലപ്പോൾ രണ്ടാഴ്ചക്കൊക്കെ ഉള്ളത് ഉണ്ടാവും. പക്ഷേ ചുരുങ്ങിയത് ഒരു 6 മാസത്തിനുള്ളതിലും നമ്മൾ ഇതുപോലുള്ള എന്ത് ചെയ്യണം, ഈ ഫുഡ് ഐറ്റംസുകളാണെങ്കിലും പിന്നെ ഡ്രസ്സാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഇനി മുമ്പോട്ട് ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാലൊക്കെ അവർക്ക് വീടില്ല. ഉള്ള വീടുകൾ മൊത്തം ആ നാട് മൊത്തം എന്താണ് ഈ ഉരുൾപൊട്ടൽ എന്താണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർക്ക് വീട് വേണം. കാരണം ഉള്ള സ്ഥലത്തുണ്ടായിരുന്ന അതായത് അവരെ ഒരു ജീവിതത്തിൽ മുഴുവനും സമ്പാദിച്ചത് മൊത്തം ഇപ്പോൾ എന്താണ് ഈ ഉരുൾപൊട്ടൽ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കണം. അപ്പോൾ ഇനി അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങളുടെ വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇനി ഒരു വീട് വെക്കണം, അതുപോലെ തന്നെ വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ വേണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിപ്പോൾ നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് പേര് സഹായിച്ചുകൊണു ഈ മുഖ്യമന്ത്രിയുടെ രീതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലക്ഷങ്ങൾ നമ്മളെ അക്കൗണ്ടിലേക്ക് അതായത് നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നുകൊണു. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും വന്നുകൊണ്ടിരിക്കണം. എന്നാലേ ഉള്ളൂ ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഇത്രയും ഒറ്റപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കണം. അതിൽ ഈ നമ്മളെ ബോബി ചെമ്മണ്ണൂറിൻ്റെ പോലെയുള്ള ബോച്ചനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇനി എന്ത് ചെയ്യണം, അങ്ങനത്തെ വ്യവസായികളൊക്കെ എന്താണ് ഇനി മുമ്പോട്ട് വരണം. കാരണം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഒരു ഇതിൽ പറയണു, ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ബോച്ചെ കണ്ടുകൊണു. അപ്പോൾ ബോച്ച ഇപ്പോൾ പറയുന്നുണ്ട് ബോച്ചൻ്റെ ഇതിൽ 100 ആൾക്കാർക്കുള്ള വീട് 100 കുടുംബത്തിനുള്ള വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം ബോച്ച കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു കുടുംബം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ചെയ്യാവുന്നത് നമ്മുടെ ബോച്ചെ 1000 ഏക്കറിൽ ഒരു 100 കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ 5-6 ആംബുലൻസുകൾ ഇവിടെ ഉണ്ട്. അവർ 2 ദിവസമായിട്ട് ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം പോകുന്നുണ്ട്. പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ വല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുക. ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് പുത്തുമലയുടെ സമയത്ത്. ഇത് അതിലും ഭയാനകമാണ്. മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണുക എന്നുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കി ഇപ്പൊ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടിരുന്നുണ്ട്, നമ്മളൊക്കെ കൊണ്ടിരുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പരിമിതികൾ ഉണ്ട്. പക്ഷെ അവരുടെ നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോൾ കാണുന്നത്. വേറെ എവിടേക്കാണ് പുനരധിവസിക്കാൻ സാധിക്കുക? കാരണം ഇപ്പോഴും ഈ സ്ഥലം എന്ന് പറയുന്നത് ഭീഷണിയുള്ള മേഖലയാണ്. ഇപ്പൊ നമ്മുടെ ഈ ബോച്ചെ 1000 ഏക്കറിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ സേഫാണ്. അപ്പൊ അവിടെ ഒരു 100 കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത്. പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സംഘടനകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത്. പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ, ചേർത്ത് പിടിക്കാം. ഇതൊക്കെയാണ് നമുക്ക് സാധിക്കാവുന്നത്. ഒരു വ്യവസായി എന്ന പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് എല്ലാവരും തന്നെ കാണുന്നത്. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഈ ഏരിയയിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഉരുൾപൊട്ടലുണ്ടായി, ഇനി വീണ്ടും ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യതകൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം പരിഹാരം എപ്പോഴും ചില ഏരിയകൾ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ്. ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട്. ആ ഏരിയയിൽ നിന്ന് ഇവരെ ഒഴിച്ച് മാറ്റണം. അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവർ, അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ 100 ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫായിട്ട് മാറ്റണം. അല്ലെങ്കിൽ ഇനിയും 2 വർഷം 4 വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. ഇത് നമ്മൾ കണ്ടു, വീണ്ടും കാണുന്നു. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പൊ അത് ഗവൺമെന്റ് മാത്രമല്ല, ഇതിനോട് ചേർന്ന് പ്രൈവറ്റ് വ്യക്തികളൊക്കെ ചേർന്നിട്ട് 1000 വീട്ടുകാരാണോ അല്ലെങ്കിൽ 2000 വീട്ടുകാർ എത്രയാണോ അവരൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവരെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകണം. ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവണം. അല്ല ഇത് ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതുപോലെ ബോച്ചെ പറഞ്ഞതുപോലെ തന്നെ ബോച്ചനെ പോലെയുള്ള ഒരുപാട് വ്യവസായികൾ നമ്മളെ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് പുറത്തൊക്കെ മലയാളീസുകളുണ്ട്. മലയാളികൾ അല്ലെങ്കിൽ പോലും ലോകത്തിലുള്ള എല്ലാവരും ലോകം മുഴുവനും ഇപ്പോൾ എന്താ ഇതിന് വേണ്ടിയിട്ട് ഇത് കണ്ടിട്ടൊക്കെ സങ്കടപ്പെട്ടവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കണവരും ഉണ്ട്. നമ്മളെ ജനതയ്ക്ക് വേണ്ടി സഹായിക്കണവരും ഉണ്ട്.
അപ്പോൾ ഇതുപോലെ ബോച്ചെ പറഞ്ഞതുപോലെ തന്നെ ബോച്ചെ ഇപ്പോൾ 100 കുടുംബത്തിനുള്ള വീടിനുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണു. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കണു. അപ്പോൾ ഇനിയിപ്പോൾ അവർ താമസിക്കുന്ന വീട് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്ഥലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വീടുണ്ടല്ലോ, ഇനി അവിടെ തന്നെ നമ്മൾ അവർക്കൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇനി അതേമാതിരി പുതിയൊരു വീട് അവർക്ക് സെറ്റാക്കി കൊടുത്താലും വീണ്ടും 2, 3, 4 വർഷങ്ങൾക്ക് അപ്പുറം വീണ്ടും ഇതുപോലുള്ള ദുരന്തങ്ങളും നമ്മളെ മുമ്പിൽ വരും. അപ്പോഴും അവർക്ക് ഇതുപോലെ വീടുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊന്നും അല്ലാതെ അവർക്ക് സെപ്പറേറ്റ് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവരെ വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വീടിനുള്ള സൗകര്യം, അതായത് ആ സ്ഥലത്തിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലത്തെ വ്യവസായികൾ വിചാരിച്ചാൽ തന്നെ നടക്കുന്ന കാര്യങ്ങളുള്ളൂ. ഇങ്ങനെ ഒരുപാട് ബോച്ചനെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ രാജ്യത്ത്. അത് അങ്ങനത്തെയുള്ള വ്യവസായികൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ 100 അല്ല 200 അല്ല 1000 2000 എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ പറ്റും. നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾ, അതായത് ഇതേമാതിരി വ്യവസായികളൊക്കെ മുമ്പോട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര സഹായിച്ചാലും അവരെ പഴയൊരു ജീവിതത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാണ് കൊണ്ടുവരാം. പഴയൊരു സന്തോഷമൊന്നും ഇപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ അവരെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പഴയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉടയവരൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായില്ല. അപ്പോൾ അവരൊന്നിച്ചുള്ളൊരു ജീവിതം ഇനി നമുക്ക് എന്താണ് മരിച്ചു പോയവരൊന്നും ഇനി ഒന്നിച്ച് നമുക്ക് ഒരുപോലെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല. പക്ഷേ ആ സന്തോഷം എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റൂല. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ പഴയതുപോലെയല്ല, അവരെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും.